വന്നു, പ്രസംഗിച്ചു, പോയി. പക്ഷെ വമ്പൻ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചില്ലല്ലോ. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ചില മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ആഘോഷിക്കുന്ന വർത്തമാനമാണിത്. എന്നാൽ സുഹൃത്തുക്കളെ, ഇവർ കാണാതെ പോയതോ അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു പിടിച്ചതോ ആയ ഒരു വലിയ സത്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? വി രാജേഷ് തിരുവനന്തപുരം നഗരസഭയുടെ മേയറായിട്ട് ആകെ എത്ര ദിവസമായി എന്ന് നിങ്ങൾക്കറിയില്ലേ? വെറും ഏതാനും ദിവസങ്ങൾ മാത്രം. ഒരു മാസം പോലും തികയാത്തൊരു ഭരണകൂടത്തിന് മുന്നിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ടെത്തുകയാണ്. BJP പറഞ്ഞ വാക്ക് പാലിച്ചത് സൗകര്യപൂർവ്വം എല്ലാവരും മറന്നേ. എന്നിട്ട് തന്റെ പഴയ സുഹൃത്തായ മേയറുടെ തോളിൽ തട്ടി ഒരു ഉറപ്പ് നൽകുന്നു: നിങ്ങൾ പദ്ധതികൾ തയ്യാറാക്കൂ, പണം ഞാൻ നൽകാം. ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രിയും ഒരു നഗരസഭാ മേയർക്കും നൽകാത്ത ഒരു ഓപ്പൺ ചെക്കാണ് കേരളത്തിലെ മാധ്യമങ്ങളെ അസ്വസ്ഥമാക്കുന്നത്. വി രാജേഷിന്റെ കൈവശമുള്ള ആ സീക്രട്ട് ബ്ലൂ പ്രിന്റ് എന്താണ്? ഫെബ്രുവരിയിലെ ബജറ്റിന് ശേഷം തിരുവനന്തപുരം നഗരം മാറാൻ പോകുന്ന ആ 5 വമ്പൻ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആര്യ രാജേന്ദ്രന്റെ കാലത്തെ അമളികൾ മോദി എങ്ങനെയാണ് രാജേഷിന്റെ പക്വതയുമായി താരതമ്യം ചെയ്തത്? ഇതാ തിരുവനന്തപുരം കാണാൻ പോകുന്ന ആ വികസന വിപ്ലവത്തിന്റെ ഉള്ളുകളികളാണ് തുറന്നു കാട്ടുന്നത്. പ്രധാനമന്ത്രി വന്നപ്പോൾ തിരുവനന്തപുരത്തിന്റെ ഷേപ്പ് മാറിയില്ല എന്ന് പരിഹസിക്കുന്നവർ ഒന്നോർക്കണം, ഇടതുപക്ഷം പതിറ്റാണ്ടുകളായി ഭരിച്ചപ്പോൾ ഉണ്ടാക്കിയ കുളങ്ങൾ വൃത്തിയാക്കാൻ പോലും ഈ 27 ദിവസം പോരാ. 2025 ഡിസംബർ 26-നാണ് വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഒരു നഗരത്തിന്റെ വികസന മാതൃകയുടെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാൻ ശാസ്ത്രീയമായ പഠനങ്ങൾ ആവശ്യമാണ്, അറിയാമോ? അത് പൂർത്തിയാക്കാൻ സമയം കുറവാണെന്ന് അറിഞ്ഞു തന്നെയാണ് മോദി എത്തിയത്. ഫെബ്രുവരിയിൽ കോർപ്പറേഷൻ ബജറ്റ് അവതരിപ്പിച്ച ശേഷം അതിനുശേഷം ഈ ഒരു വികസന രേഖ പ്രധാനമന്ത്രിക്ക് നേരിട്ട് സമർപ്പിക്കും. അന്ന് തുടങ്ങും അനന്തപുരിയുടെ യഥാർത്ഥ മാറ്റം. മാപ്രകൾ കാത്തിരുന്ന് കണ്ടോളൂ ട്ടോ. വി രാജേഷിന്റെ പക്വത ഈ കഥയ്ക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. 2021-ൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നേരിട്ട് വന്നപ്പോൾ അന്നത്തെ മേയർ ആര്യ രാജേന്ദ്രൻ കാണിച്ച വിക്രിയകൾ ഓർമ്മയുണ്ടോ? രാഷ്ട്രപതിയുടെ അതീവ സുരക്ഷാ വാഹന വ്യൂഹത്തെ സ്വന്തം കാറുകൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചത് രാജ്യത്തിന് തന്നെ വലിയ സുരക്ഷാ ഭീഷണിയായിരുന്നു. കേന്ദ്ര ഇന്റലിജൻസ് അന്ന് ഞെട്ടിപ്പോയി. എന്നാൽ ഇത്തവണ വി രാജേഷ് ചെയ്തത് എന്താണ്? വിമാനത്താവളത്തിൽ പോയി ഗതാഗത തടസ്സവും പ്രോട്ടോകോൾ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാക്കുന്നതിനേക്കാൾ തന്നെ നഗരത്തെ പ്രധാനമന്ത്രിക്ക് വേണ്ടി അണിയിച്ചൊരുക്കാനാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി ടീമായ SBGയുമായി ചേർന്ന് അതീവ ജാഗ്രതയോടെ പദ്ധതികൾ തയ്യാറാക്കി. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് രാജേഷിനെ അഭിനന്ദിച്ചത് ഈ ഭരണാധികാരിയുടെ പക്വത കണ്ടിട്ടാണ്. ആര്യ രാജേന്ദ്രൻ ഒരു കുട്ടിത്തം കാട്ടിയപ്പോ രാജേഷ് ഒരു സ്റ്റേറ്റ്സ്മാൻ ആയി മാറി. അത് ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല. മേയർ തയ്യാറാക്കുന്ന ആ രേഖ വെറും ഒരു പേപ്പറുമല്ല. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില പോയിന്റുകൾ കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ ഹൈലൈറ്റ് ആയി തിരുവനന്തപുരം മാറാൻ പോകുന്നത് എങ്ങനെയാണെന്ന്. സൂറത്ത് മോഡൽ ഡ്രെയിനേജ്. ഒരു മഴ പെയ്താൽ തമ്പാനൂർ മുങ്ങുന്ന അവസ്ഥ ഇനി ഉണ്ടാകില്ല. ലോക പ്രശസ്തമായ സൂറത്ത് മോഡൽ ഡ്രെയിനേജ് സിസ്റ്റം നടപ്പിലാക്കാൻ മോദി പച്ചക്കൊടി കാട്ടിയിരിക്കും. ഇക്കണോമിക് കോറിഡോർ. വിഴിഞ്ഞം പോർട്ടും ടെക്നോ പാർക്കും തമ്മിൽ ബന്ധിപ്പിച്ച് ബംഗളൂരുവിന് വെല്ലുന്ന ഒരു IT ഹബ്ബാക്കി മാറ്റാൻ തിരുവനന്തപുരത്തെ മാറ്റാൻ ഇരിക്കുകയാണ്. ഇനി റെയിൽവേയിൽ കുതിച്ചുചാട്ടമുണ്ട്. താമ്പരം, ഹൈദരാബാദ്, മംഗളൂരു എന്നിവിടങ്ങളിലേക്ക് 3 പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് മോദി ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞത്. കേരളത്തിലെ 11 സ്റ്റേഷനുകൾ എയർപോർട്ട് നിലവാരത്തിലേക്ക് ഉയരുകയും ചെയ്യും. അതുകൂടാതെ ഭവനരഹിതർക്ക് ആശ്വാസം. PM ആവാസ് യോജനയിലൂടെ 20,000 കുടുംബങ്ങൾക്ക് 5 വർഷത്തിനുള്ളിൽ വീട് നൽകുന്ന പദ്ധതിയും. തൃശൂരിൽ തുടങ്ങിയ ആ മാറ്റത്തിന്റെ കാറ്റ് ഇന്ന് തിരുവനന്തപുരത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ എത്തിയിരിക്കുകയാണ്. വികസനത്തിന്റെ സ്വിച്ച് ഇനി ഡൽഹിയിലെ മോദി അമിത്ഷാ ദ്വയത്തിന്റെ നേരിട്ടുള്ള ശിക്ഷണത്തിലായിരിക്കും. രാജീവ് ചന്ദ്രശേഖർ എന്ന ടെക്നോക്രാറ്റും വി രാജേഷ് എന്ന തന്ത്രശാലിയായ ജനനേതാവും കൈകോർക്കുമ്പോൾ അവിടെ തകരുന്നത് പതിറ്റാണ്ടുകളായുള്ള നിശ്ചല രാഷ്ട്രീയം കൂടിയാണ്. ഇനി ഫയലുകൾ ചുവപ്പ് നടയിൽ കുരുങ്ങില്ല. സുതാര്യമായ ഭരണമായിരിക്കും കാണാൻ പോകുന്നത്. ഓരോ പൈസയ്ക്കും കൃത്യമായി കണക്കുണ്ടാകും. മാലിന്യ പ്രശ്നം തീർക്കാൻ ഇൻഡോർ മോഡലും നദികൾ ശുദ്ധീകരിക്കാൻ ക്ലീൻ അനന്തപുരി മിഷനും വരുന്നുണ്ട്. മോദി മടങ്ങിപ്പോയിരിക്കാം, പക്ഷെ അദ്ദേഹം തന്നിട്ട് പോയ ആവേശവും വികസന ഉറപ്പുകളും ഒരു കൊടുങ്കാറ്റായി മാറുകയാണ്. മാധ്യമങ്ങൾ എന്ത് വേണമെങ്കിലും പറയട്ടെ, പക്ഷെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. നിങ്ങൾ എനിക്കൊരു അവസരം തരൂ, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കേരളം തരാമെന്ന ആഹ്വാനം യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയ ആ വിപ്ലവം ഇനി കേരളത്തിലെ 14 ജില്ലകളിലേക്കും പടരും. ഇത് മോദി ഗ്യാരണ്ടിയാണ്. ഇത് മാറുന്ന ഭാരതത്തിന്റെ അടയാളമാണ്. ഇത് നമ്മുടെ അനന്തപുരിയുടെ പുനർജന്മമാണ്. അതേസമയം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവ് കേരളത്തിലെ ഭരണകൂടത്തെയും ചില മാധ്യമങ്ങളെയും ഇത്രമാത്രം അസ്വസ്ഥമാക്കുന്നത്? ഉത്തരം ലളിതമാണ്. അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കോട്ടകൾ ഓരോന്നായി തകരാൻ പോവുകയാണല്ലോ. കഴിഞ്ഞ 10 വർഷത്തോളമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളം ഭരിക്കുമ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? കൊള്ളയും കൊള്ളിവെപ്പും. കേരളയിൽ നിന്നും പറഞ്ഞ് കുറ്റിയടിച്ചതല്ലാതെ ഒരു ഇഞ്ച് ഭൂമിയിൽ വികസനം കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. കടമെടുത്ത് മുടിഞ്ഞൊരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയതല്ലാതെ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന എന്തെങ്കിലും ഒരു വമ്പം പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമായോ? ശബരിമല കൊള്ള പറയാൻ വയ്യ. എന്തായാലും ഇവിടെയാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ പ്രസക്തി. അദ്ദേഹം വെറുതെ വാഗ്ദാനങ്ങൾ നൽകുന്ന ആളല്ല, മറിച്ച് പദ്ധതികൾ നടപ്പിലാക്കി കാണിക്കുന്ന ആളാണ്.
തിരുവനന്തപുരത്തിന്റെ വികസന ചക്രത്തിന് വേഗത കൂട്ടാൻ ഇന്ന് രണ്ട് കരുത്തുറ്റ കൈകളുണ്ട്. ഒന്ന് രാജീവ് ചന്ദ്രശേഖർ, ലോകം അംഗീകരിച്ച ഒരു ടെക്നോക്രാറ്റ്. രണ്ട് വി രാജേഷ്, ജനങ്ങളുടെ നാടിമിടി പറയുന്ന ഒരു ജനനേതാവ്. ഇവർ രണ്ടുപേരും മോദിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ചുവപ്പ് നാടകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. പിണറായി വിജയൻ ഡൽഹിയിൽ പോയി കേരളത്തിന് ഫണ്ട് നൽകില്ല എന്ന് വിലപിക്കുമ്പോൾ അതേ ഡൽഹിയിൽ നിന്ന് ഫണ്ട് ഇങ്ങോട്ട് ഒഴുകി വരാൻ പോവുകയാണ്. പക്ഷേ അത് പാർട്ടിക്കാർക്ക് വീതം വെക്കാനല്ല, മറിച്ച് ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയാണ്. അനന്തപുരിയുടെ ആഗോള ബ്രാൻഡ് അംബാസിഡർ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം വെറുമൊരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല. അതിനുള്ള ഒരു ഇൻട്രോ ഞാൻ നൽകേണ്ട ആവശ്യമില്ലല്ലോ. ഭാരതത്തിന്റെ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തോടുള്ള ആത്മബന്ധം രാഷ്ട്രീയത്തിനും അപ്പുറമാണെന്ന് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അതിനെ ലോകത്തിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റാനായി രാജീവ് ചന്ദ്രശേഖർ തയ്യാറാക്കിയ പദ്ധതികളും അതിശയിപ്പിക്കുന്നതാണ്. പിണറായി സർക്കാർ വിഴിഞ്ഞത്തെ സമരങ്ങൾക്കും വിവാദങ്ങൾക്കും വിട്ടുകൊടുത്തപ്പോൾ മോദി സർക്കാർ അവിടെ ഗ്രാന്റുകൾ നൽകി വികസനം ഉറപ്പിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാജീവ് ചന്ദ്രശേഖറിന്റെ വിഷൻ പ്രകാരം വരും വർഷങ്ങളിൽ തിരുവനന്തപുരം സിലിക്കൺ വാലി ഓഫ് ഇന്ത്യയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ടെക്നോ പാർക്കിലെ IT കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് സബ്സിഡികളും സൗകര്യങ്ങളും നൽകുമ്പോൾ ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിലിനായി ബാംഗ്ലൂരുവിലേക്കോ ഗൾഫിലേക്കോ ഒന്നും പോകേണ്ടി വരില്ല. ഇത് മാറാത്തതെല്ലാം മാറ്റിയെടുക്കുമെന്ന മോദി ഗ്യാരണ്ടിയുടെ രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കിന്റെ ഭാഗമാണ്. പിണറായിയുടെ ഭയവും BJPയുടെ വളർച്ചയെ കുറിച്ചും പറയാം. തിരുവനന്തപുരത്ത് BJP ഭരണം പിടിച്ചെടുത്തത് ഇടതുപക്ഷത്തിന് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്ത് BJPയുടെ കൊടി പാർന്നത് പിണറായി വിജയനെ ഉറക്കമില്ലാത്ത രാത്രികളിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വി രാജേഷ് എന്ന മേയർക്ക് അർഹമായി പരിഗണന നൽകാൻ സംസ്ഥാന സർക്കാർ മടി കാണിക്കുന്നത്. പ്രോട്ടോകോൾ പറഞ്ഞ് രാജേഷിനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം മറന്നു പോകുന്നുണ്ട്. രാജേഷിന്റെ പിന്നിൽ നിൽക്കുന്നത് 140 കോടി ജനങ്ങളുടെ നായകനായ നരേന്ദ്രമോദിയാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിഫ്ബി വഴി കടമെടുത്ത പണം എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ലാത്ത അവസ്ഥയാണ്. ശബരിമല കൊള്ളയടിച്ച ഒരു ഭരണകൂടമാണ്. എന്നാൽ രാജേഷിന്റെ നഗരസഭയിൽ ഓരോ പൈസയും ഡിജിറ്റൽ ഇന്ത്യയിലൂടെ ട്രേഡ് ചെയ്യപ്പെടും. അഴിമതിക്ക് അവിടെ പഴുതുകളില്ല. മാലിന്യ സംസ്കരണത്തിൽ ഇൻഡോർ മോഡൽ കൊണ്ടുവരുമെന്ന് രാജേഷ് പറയുമ്പോൾ അത് നടക്കില്ലെന്ന് പുച്ഛിക്കുന്നവർക്ക് മോദി ഗ്യാരണ്ടി എന്താണെന്ന് അറിയില്ല. ഇൻഡോർ എന്ന ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി മാറിയത് BJPയുടെ ഇച്ഛാശക്തി കൊണ്ടാണ്. അതേ മാറ്റം അനന്തപുരിയിലും സംഭവിക്കാൻ പോവുകയാണ്. വികസനത്തിന്റെ ഡബിൾ എഞ്ചിൻ കരുത്ത് മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരൊപ്പാൻ പിണറായിയുടെ സർക്കാരിന് കഴിഞ്ഞില്ല. പക്ഷേ മോദി ഭരണത്തിന് കീഴിൽ തീരദേശ വികസനത്തിന് കോടികളാണ് അനുവദിച്ചിരിക്കുന്നത്. കടൽ ഭിത്തികൾ ആധുനിക രീതിയിൽ നിർമ്മിക്കാനും മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായ ഭവനങ്ങൾ ഒരുക്കാനും രാജേഷ് തയ്യാറാക്കിയ സീക്രട്ട് ബ്ലൂ പ്രിന്റ് ഫെബ്രുവരിയിൽ പുറത്തുവരും. തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് പദ്ധതിയിലൂടെ വിമാനത്താവള നിലവാരത്തിലേക്ക് ഉയരുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിന് പിണറായി സർക്കാരിന്റെ ഒരു സഹായവും ആവശ്യമില്ല. കേന്ദ്രം നേരിട്ട് ഇടപെടുന്നു. കാരണം പണം വെറുതെ ഒഴുക്കിക്കളയാനല്ല, നടത്താനാണ് ജനങ്ങൾക്ക് വേണ്ടി. തിരുവനന്തപുരത്തെ 11 സ്റ്റേഷനുകൾ ലോകോത്തര നിലവാരത്തിലേക്ക് മാറുന്നത് കണ്ട് കണ്ണ് തള്ളാനാണ് മാപ്രകളുടെ വിധി. സുരേഷ് ഗോപി തൃശൂരിൽ വിത്തിട്ട ആ വികസന വിപ്ലവം ഇന്ന് തിരുവനന്തപുരത്ത് പൂത്തുലയുകയാണ്. എനിക്കൊരു അവസരം തരൂ എന്ന് മോദി ചോദിച്ചപ്പോൾ കേരളം നൽകിയ മറുപടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ മാറ്റം. പിണറായി വിജയന്റെ സെൽഫ് പ്രൊമോഷൻ വീഡിയോകൾക്കും കിറ്റുകൾക്കും PR വർക്കിനും ഇനി കേരളത്തെ പറ്റിക്കാൻ കഴിയില്ല. ജനങ്ങൾ വികസനം നേരിട്ട് അനുഭവിച്ചു തുടങ്ങുകയാണ്. വി രാജേഷ് എന്ന മേയറും രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രിയും കൈകോർത്ത് പ്രവർത്തിക്കുമ്പോൾ കേരളത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രം ഒരു പുതിയ ഉണർവിലാണ്. ഇനി ഇവിടെ നടക്കാത്തതായി ഒന്നുമില്ല. അതെ, മാറാത്തത് മാറും. തമ്പാനൂരിലെ വെള്ളക്കെട്ട് മുതൽ കടൽ തീരത്തെ ദാരിദ്ര്യം വരെ മോദി ഗ്യാരണ്ടിയിലൂടെ എല്ലാം മാറും. മാറുന്ന ഭാരതത്തിനൊപ്പം മാറാൻ തിരുവനന്തപുരം തയ്യാറായി കഴിഞ്ഞു. ഈ പോരാട്ടം അഴിമതിക്കെതിരെയാണ്, കൊള്ളക്കാർക്കെതിരെയാണ്. ഈ പോരാട്ടം വികസനത്തിന് വേണ്ടിയാണ്. മോദി വന്നത് വെറുതെ പ്രസംഗിക്കാനല്ല, മറിച്ച് തന്റെ വിശ്വാസമുള്ള പടയാളിയായി രാജേഷിന് വേണ്ട ആത്മവിശ്വാസം പകർന്നു നൽകാനാണ്. ആ തോളിൽ തട്ടിയുള്ള നിൽപ്പ് ഒരു സന്ദേശമാണ്. അനന്തപുരി ഇനി മോദിയുടെ സ്വന്തം നഗരമാണ്. മാധ്യമങ്ങൾ എന്ത് വേണമെങ്കിലും എഴുതട്ടെ, പറയട്ടെ, വിളിച്ചു കൂവട്ടെ. പിണറായി സർക്കാർ എന്ത് വേണമെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊള്ളട്ടെ. പക്ഷേ മോദി ഗ്യാരണ്ടിക്ക് മുന്നിൽ ഒന്നും നിലനിൽക്കില്ല. വരാനിരിക്കുന്ന മാസങ്ങൾ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായിരിക്കും. എന്തായാലും ഈ ഒരു മാറ്റത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.